പാലക്കാട് ഒറ്റപ്പാലം NSS കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിപ്പട്ടികയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും KSU നേതാവ് ദർശനാണ് കേസിലെ രണ്ടാം പ്രതി. കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ കമന്റ് ഇട്ടതാണ് ആക്രമണത്തിന് കാരണം. പ്രതികരണം അവരുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അവർ കമൻറ്റ് ചെയ്തു, ഡോഗ്സ് ആർ ബാർഗ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് അവർ കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇതായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ അടിയിലാണ് ഞങ്ങൾ കമൻറ്റ് ചെയ്തത്. അവർ കമൻറ്റ് ഇട്ടു എന്നുള്ള പേരിലാണ് ആ റീസണായിട്ട് വന്നത്. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. ഇന്നലെ ഞാൻ ക്ലാസ്സിക്ക് പോയ ടൈമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് സംസാരിക്കാനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാന്നുള്ള രീതിക്ക് പുറത്തേക്ക് വിളിച്ചു. റൌഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവരുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് വിളിച്ചത്. എന്നെ പിന്നെന്ന് ആക്രമിക്കുക ചെയ്തത്. അടിച്ചു വീഴ്ത്തി അവിടുന്ന് ഒരു കേബിളിൻ്റെ വയറിട്ടിട്ട് കഴുത്തിൽ കുരുക്കുകയുണ്ടായത്. ഇതുവരെ പരാതി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കാർത്തിക് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ കോളേജിൽ സമീപിച്ചിരുന്നു. അവർ കോളേജിന് എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഇതുവരെ കുട്ടിയുടെ പേരിലൊരു പരാതി കുട്ടിയുടെ ആശുപത്രിയിലായതുകൊണ്ട് മറ്റൊരു കുട്ടി ഇവിടെ തന്നിട്ടുണ്ട്. അതുൾപ്പെടെ ഇന്ന് കൗൺസിൽ വെച്ച് പരാതി എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കമ്മിറ്റികളെ ഏൽപ്പിച്ച് അത് പരാതി പരിശോധിക്കുകയും കൃത്യമായും മാതൃകാപരമായൊരു നടപടിയെടുക്കും. യാതൊരു സംശയം വേണ്ട. ശ്രീമാന വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഡോഗ്സ് ആർ ബാർഗ്സ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടതിന് കൊല്ലാൻ നോക്കിയോ? തീർച്ചയായും KSU എന്ന് നിസ്സംശയം പറയാം. KSUവിന്റെ മുഴുവൻ ഭാരവാഹികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. SFI പ്രവർത്തകനാണ് ഈ മർദ്ദനമേറ്റ കാർത്തിക്. കഴുത്തിൽ ആ കേബിൾ വെച്ച് കുരുക്കിയതിന്റെ കൃത്യമായ രീതിയിലുള്ള പാടുകളടക്കം ഈ കാർത്തിക്കിന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടെ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറി ഇത്തരത്തിൽ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി മർദ്ദിച്ച് കഴുത്തിൽ കേബിൾ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റു വിദ്യാർത്ഥികൾ, ഈ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികൾ ഇടപെട്ട് മാറ്റുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാം എന്നായിരുന്നു ഈ കാർത്തിക് പറയുന്നത്. എന്തായാലും ഈ കേസിൽ പിടിയിലായിരിക്കുന്നത് മുഴുവൻ KSU ഭാരവാഹികളാണ്. KSUവിൻ്റെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ KSUവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ അല്പസമയത്തിനകം തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോളേജിൽ ഇപ്പോൾ SFIയുടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോളേജിൻ്റെ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൗൺസിൽ യോഗത്തിന് ശേഷം നടപടി എന്നാണ് അല്പസമയം മുൻപ് രാജേഷ് R, പ്രിൻസിപ്പൽ, ഒറ്റപ്പാലം NSS കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇത്തരത്തിൽ കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും KSU നേതൃത്വം ഇതൊരു രാഷ്ട്രീയമായ ഒരു സംഘർഷമല്ല എന്ന് വിശദീകരിക്കുമ്പോൾ SFI ആരോപിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയമായ സംഘർഷം തന്നെയാണ്. കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകരെ ആക്രമിക്കാനുള്ള നീക്കം KSUവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. KSU ആണ് ഇപ്പോൾ ആ യൂണിയൻ ഭരിക്കുന്നത്. ടോസിൽ KSUവിനാണ് ആ കോളേജ് യൂണിയൻ ലഭിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെയാണ് പോലീസും കാണുന്നത്. പ്രദേശത്തെ കോളേജിൽ ഇപ്പോൾ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. SFIയുടെ ഒരു പ്രതിഷേധം കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. KSU ഭാരവാഹികളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.